സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു പുതിയ ചാപ്റ്ററിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പുതിയ ചാപ്റ്റർ പ്ലസ് വണ്ണിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ വലിയൊരു ചാപ്റ്ററിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നതിലെ ഏറ്റവും വലിയൊരു ചാപ്റ്ററുകളിൽ ഒന്നാണ് ഏത് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് എന്താ പറയുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും എന്താ പറയുന്നത് വലിയതുമായിട്ടുള്ള ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കെമിസ്ട്രിയിൽ പഠിക്കുന്നതിൽ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഏത് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ പറയുന്നത്. മാക്സിമം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വല്ലതും ടെക്സ്റ്റ് ബുക്ക് ഗൈഡ് വല്ലതും കയ്യിലുണ്ട് വെച്ചാൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്രയും കട്ടി പേജുകളുടെ എണ്ണത്തിൽ കാണാനായിരിക്കും. കാരണം അത്രയും വലിയൊരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായ ചാപ്റ്ററുമാണ് കെമിക്കൽ ബോണ്ടിങ്. അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൽ. പിന്നെ ഈ കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റ് എക്സാമിന് വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാറുള്ള ടോപ്പിക്കാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷനായിട്ട് നമ്മൾ സെക്കൻഡ് ഇയറിലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പേജിൽ തന്നെ തുടങ്ങാം. എന്താണ് ഒരു കെമിക്കൽ ബോണ്ട് എന്നാണ്. നമ്മളിപ്പോൾ പ്ലസ് വണ്ണിൽ ആദ്യത്തെ ചാപ്റ്ററിൽ മാറ്ററിനെ കുറിച്ച് പഠിച്ചു. 2ാമത്തെ ചാപ്റ്ററിൽ എന്ത് പഠിച്ചു? മാറ്ററിൻ്റെ ആറ്റങ്ങളെ കുറിച്ച് പഠിച്ചു. 3ാമത്തെ ചാപ്റ്ററിൽ ഈ ആറ്റങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് പഠിച്ചു. ഇനി ഈ ആറ്റങ്ങളുടെ ഷേപ്പും ഈ ആറ്റങ്ങളുടെ കൃത്യമായിട്ട് മോളിക്യൂളിന് ഷേപ്പ് ഉണ്ടോ, കൃത്യമായിട്ടൊരു എനർജി ഉണ്ടോ, സ്റ്റേബിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു കെമിക്കൽ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ കെമിക്കൽ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത്, 2 ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത്, 2 ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ്. ഒരു മോളിക്യൂൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഒരു മോളിക്യൂൾ എന്ന് വെച്ചാൽ 2 അതിലധികമോ ആറ്റങ്ങൾ കൂടിച്ചേർന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഫോർമേഷൻ ആറ്റങ്ങൾ തമ്മിലുള്ള നമ്മുടെ മോളിക്യൂളിൻ്റെ ഫോർമേഷനിൽ ആറ്റങ്ങൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ആറ്റങ്ങൾ തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. കെമിക്കൽ ബോണ്ട് വെച്ചെന്താണ് 2 ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കെമിക്കൽ ബോണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 2 ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുകയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുക, ഈ ഒരുപാട് ചോദ്യങ്ങൾ എന്താണ് കെമിക്കൽ ബോണ്ട് പറഞ്ഞു. അപ്പോൾ ഈ കെമിക്കൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഈ ഒരു ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നത്? ഇങ്ങനെ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾ മോളിക്യൂൾസ് ആർ കോമ്പൗണ്ട് ആണ്. എല്ലാ മോളിക്യൂൾസും കോമ്പൗണ്ട് അല്ല പറയുന്നത്, ഓൾ കോമ്പൗണ്ട്സ് ആർ മോളിക്യൂൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ് കൂടിച്ചേരുന്നത്, എങ്ങനെയാണ് കൂടിച്ചേരുന്ന ഒരു മോളിക്യൂളിന് കൃത്യമായ ഷേപ്പ് കിട്ടുമോ എന്നൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ വന്നു, ഒരുപാട് അറ്റംപ്റ്റ്സ്. നമ്മളിപ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ കണ്ടുപിടിച്ച ആറ്റം എന്താണെന്ന് കണ്ടുപിടിച്ച വളരെയധികം വിശദമായ ചർച്ചകൾ നടന്നൊരു ടോപ്പിക്കാണ് നമ്മുടെ ഈ കെമിക്കൽ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇവരങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കി. ഇവർ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി കുറേ എന്നിട്ട്. പക്ഷെ അവസാനം ശ്രദ്ധിക്കുക, നമ്മുടെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഇത് ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കെമിക്കൽ ബോണ്ട് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളാണ്? എന്തിനു വേണ്ടിയിട്ടാണ് കെമിക്കൽ ബോണ്ട്, എങ്ങനെയാണ് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത്, ഈ ആറ്റങ്ങൾ തമ്മിൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുമോ, ഇനി എന്താണ് ആറ്റങ്ങളുടെ മോളിക്യൂളിലെ ഷേപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇനി ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറികൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിൽ തിയറികളുടെ പേരുകളാണ് ലൂയിസ് കോസൽ തിയറി എന്ന് പറയുന്ന തിയറി. എന്താണ് ലൂയിസ് കോസൽ തിയറി എന്ന തിയറിയാണ് ഒരു തിയറി എന്ന് പറയുന്നത്. മറ്റൊരു തിയറി എന്ന് പറയുന്നത് നമ്മുടെ VSEPR തിയറി, വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി പറഞ്ഞിട്ടുള്ള VSEPR തിയറി.
അത് കഴിഞ്ഞിട്ട് മറ്റൊരു ടൈപ്പ് തിയറിയാണ് VBT തിയറി, വാലൻസ് ബോണ്ട് തിയറി പഠിക്കുന്നതാണ്. പിന്നെ MOT തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഇങ്ങനത്തെ തിയറികളൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ നമ്മുടെ എന്താണ് കെമിക്കൽ ബോണ്ടിന്റെ ഓരോ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള തിയറികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ലൂയിസ് കോസലിലേക്ക് നമുക്ക് പോവാം. ലൂയിസ് കോസൽ തിയറി എന്ന് പറഞ്ഞ തിയറിയിലേക്ക് നമുക്ക് ആദ്യമായിട്ട് പോവാം. അപ്പോൾ ഈ ലൂയിസ് കോസൽ തിയറിയിൽ ഞാൻ പറയാൻ ശ്രദ്ധിക്കുക, എന്ത് തിയറിയാണ്? ലൂയിസ് ആൻഡ് കോസൽ. ലൂയിസ് കോസൽ തിയറി എന്ന് പറയുന്നത് KOSSEL, ലൂയിസ് കോസൽ. ലൂയിസ് പറഞ്ഞ സജസ്റ്റ് ആണ്, കോസൽ എന്ന് പറഞ്ഞ സജസ്റ്റ് വേറെയാണ്. അപ്പൊ ഈ തിയറിയിൽ ഇതിന് മുമ്പ് തന്നെ ഒരുപാട് ആൾക്കാർ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു, എങ്ങനെയാണ് ഈ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ആറ്റം എന്ന് പറയുന്ന ആള് വെറുതെ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. ഒരാള് മനസ്സിലാവുണ്ടോ? ഒരാൾ നിങ്ങളിപ്പോ വെറുതെ നടക്കുകയാണ്, സ്കൂളിലേക്കൊന്നും പോവാതെ നിങ്ങൾ വെറുതെ നടക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ സ്കൂൾ തുറന്നെന്ത് ചെയ്യും, നിങ്ങൾ ആകെ എൻഗേജ്ഡ് ആയിട്ട് മാറും. കാരണം ശനിയാഴ്ച വരെ സ്കൂൾ ഉണ്ടാവും എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് മാറും. അപ്പോൾ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന ആളെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന ആളെ കമ്പൈൻ ചെയ്ത ആൾക്കാരെ നമ്മൾ വിളിച്ച പേരാണ് കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് അവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ആറ്റങ്ങളുടെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ല ചെയ്തത്. അതായത് ഇതിപ്പോ A എന്ന് പറയുന്ന ആറ്റം, ഓക്കെ, ഇത് B എന്ന് പറഞ്ഞൊരു ആറ്റം. ഈ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഇവർക്ക് തോന്നിയ പോലെ നടക്കാം. എന്താണ്? രണ്ട് ആറ്റങ്ങൾ ഫ്രീ ആണ്, രണ്ടുപേർക്കും തോന്നിയ പോലെ നടക്കാം. അപ്പൊ ഈ രണ്ട് ആറ്റങ്ങൾക്ക് തോന്നിയ പോലെ നടക്കാം. പക്ഷെ ഇവര് കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് ആറ്റങ്ങൾ വന്നിട്ട് കെമിക്കൽ ബോണ്ട് ഇങ്ങനെ പോയിട്ട് ഒട്ടിപ്പിച്ചു. ഇതാണ് കെമിക്കൽ ബോണ്ട് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഇവർക്ക് ഫ്രീഡം തോന്നിയ പോലെ നടക്കാൻ വേണ്ടി പറ്റുമോ? കാരണം ഇത് B ആറ്റം, ഇത് A ആറ്റം. ഈ B ആറ്റം ഒന്ന് ചലിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ആരും കൂടി വിചാരിക്കണം, A ആറ്റം കൂടി വിചാരിക്കണം. ഇനി ഈ A ആറ്റത്തിന്റെ ഒന്ന് സ്ഥലത്തേക്ക് പോണത് എന്തുവാണെന്ന് പറയുന്നത്, നമ്മൾ സയാമിസ് ഇരട്ടകൾ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെയാണെന്ന് പറയുന്നത്. കാരണം ഒരാൾക്ക് സഞ്ചരിക്കണമെങ്കിൽ, ഒരാൾക്ക് ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ തോന്നിയ പോലെ നടക്കാനൊന്നും വേണ്ടി പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് തോന്നിയ പോലെ നടക്കാൻ വേണ്ടി പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് നിൽക്കുകയാണ്. മനസ്സിലാവുണ്ടോ? രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല? ചലിക്കാൻ വേണ്ടി പറ്റുന്നില്ല. രണ്ടാളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് വെച്ചാൽ ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താണ്? ആ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ എന്താണ് കെമിക്കൽ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് എന്താണ്? നമ്മുടെ ആറ്റങ്ങളുടെ എനർജി കുറയുന്നു. എന്താണ്? ആറ്റങ്ങളുടെ എനർജി നഷ്ടപ്പെടുന്നു. ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നാണ് കെമിക്കൽ ബോണ്ട് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പൊ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിയ സമയത്ത് അവിടെ എന്താണ്? രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ച സമയത്ത് ആറ്റങ്ങളുടെ എനർജി നഷ്ടപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി കുറയുകയും, എനർജി കുറഞ്ഞ് എന്ത് സംഭവിക്കുക? സ്റ്റേബിൾ ആയിട്ട് മാറുകയുമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നു. അതോടൊപ്പം തന്നെ കൂടിച്ചേരുന്നതിൻ്റെ ഒപ്പം രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് അവരുടെ എനർജി കുറയുകയും അതേപോലെ സ്റ്റേബിൾ ആയിട്ട് മാറുകയും ആണ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കേണ്ട കാര്യം. എനർജി കുറയുകയും ചെയ്യുന്നു, അതേപോലെ എന്തായി മാറുന്നു? സ്റ്റേബിൾ ആയിട്ട് മാറുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഈ ലൂയിസ് കോസൽ തിയറി നമ്മൾ പറഞ്ഞ് ശ്രദ്ധിക്കുക. അദ്ദേഹം കേർണൽ എന്ന് വെച്ചാൽ കേണലല്ല, കേർണൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സംഭവം പറഞ്ഞു. കേർണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂയിസ് കോസൽ മാത്രമായിട്ട് ഒരുപാട് സയന്റിസ്റ്റുകൾ ഇതിന് മുന്നേ ആയിട്ട് ഇതേപറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷേപ്പിനെ കുറിച്ചിട്ടും നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേർണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസും ശ്രദ്ധിക്കുക, നമ്മുടെ ന്യൂക്ലിയസും അതേപോലെ തന്നെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസും കൂടിച്ചേർന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസുകളെ കൂടിച്ചേർന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കേർണൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ശ്രദ്ധിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ നമ്മൾ പറഞ്ഞു ഒരു ആറ്റം എന്തിനു വേണ്ടിയിട്ടാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് പങ്കെടുക്കുന്നത്? രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് എന്തായി മാറും? അത് സ്റ്റേബിൾ ആയിട്ട് മാറും, അല്ലെ? ഒരു കെമിക്കൽ റിയാക്ഷൻ രണ്ട് ആറ്റങ്ങൾ മോളിക്യൂൾ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് കൂടിക്കഴിഞ്ഞാൽ എനർജി കുറയും, കുറഞ്ഞ സ്റ്റേബിൾ ആയിട്ട് മാറും. സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ആയിട്ട് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന കഴിഞ്ഞാൽ എന്താവില്ല, ഒന്നും നേടാൻ വേണ്ടി പറ്റില്ല. രണ്ടാൾക്കാർ കൂടിച്ചേർന്ന് എന്തായിട്ട് മാറി? സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കേർണൽ എന്ന് പറഞ്ഞ ആൾ സംഭവം എന്താ? കേർണൽ എന്ന് വെച്ച് നമ്മൾ ലൂയിസ് ആൻഡ് കോസൽ, ഇയാളുടെ പേര് ലൂയിസ് ആൻഡ് കോസൽ എന്ന സയന്റിസ്റ്റ് പറഞ്ഞ പേരാണ് കേർണൽ എന്ന സംഭവം. കേർണൽ വെച്ച് ന്യൂക്ലിയസും വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസും. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഒരു ക്യൂബ് എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ക്യൂബ്, ആ ക്യൂബിന്റെ സെന്ററിലായിട്ട് കാണപ്പെടുന്ന ആൾക്കാരാണ് ആര് പറയുന്നത്? നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്.
ആ ക്യൂബിന്റെ കോർണേഴ്സിലായിട്ട് കാണപ്പെടുന്ന ആൾക്കാർ, ക്യൂബിന്റെ കോർണേഴ്സിലായിട്ട് ഒരു ക്യൂബ് നമ്മൾ വരയ്ക്കുകയാണെച്ചാൽ, ആ ക്യൂബിന്റെ സെന്റേഴ്സിലായിട്ട് കാണപ്പെടുന്ന നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്. ഈ കോർണേഴ്സിലായിട്ടാണ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നതെങ്കിൽ ഒരു ക്യൂബിന് എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണേഴ്സ് ഉണ്ട്. ആ 8 കോർണേഴ്സിലും ഓരോ ഇലക്ട്രോൺസ്, 8 കോർണേഴ്സിലാലും പിന്നെ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് വരികയാണെച്ചാൽ, ശ്രദ്ധിക്കുക, ഒരു ക്യൂബ് എടുക്കുകയാണ്. ആ ക്യൂബിന്റെ പോസിറ്റീവ് ചാർജ്, ശ്രദ്ധിക്കുക, സെൻട്രലാണ് പോസിറ്റീവ് ചാർജ് വെച്ചിരുന്നത് ക്യൂബിന്റെ. ആ ക്യൂബിന്റെ 8 കോർണേഴ്സ് ഉണ്ട്. ഈ 8 കോർണറുകളിലും, ശ്രദ്ധിക്കുക, 8 കോർണറുകളിലും എന്താണ്? ഓരോ ഇലക്ട്രോൺസ് വരികയാണെച്ചാൽ ദ ആറ്റം ഈസ് സ്റ്റേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ആറ്റം എന്തായിരിക്കുന്നത്? ആറ്റം എന്ന് പറയുന്ന ആൾ എന്തായിരിക്കുന്നത്? സ്റ്റേബിൾ ആയിരിക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേർണൽ എന്ന് വെച്ചാൽ എന്താ പറയുക? നമ്മൾ കേർണൽ വെച്ചതാണ് ന്യൂക്ലിയസും വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസും കൂടി ചേർന്ന് വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കേർണൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ പറയുന്നത് ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആൾക്കാർ ക്യൂബിന്റെ സെന്ററിലായിട്ടും 8 കോർണേഴ്സിലായിട്ട് വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് നിൽക്കുകയാണെന്ന് വെച്ചാൽ അവരെന്തായിട്ട് മാറും? സ്റ്റേബിൾ ആയിട്ട് മാറും എന്നാണ് ആര് പറഞ്ഞത്? ലൂയിസ് ആൻഡ് കോസൽ തിയറിയിൽ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ സോഡിയം എടുക്കുക, സോഡിയത്തിന്റെ ന്യൂക്ലിയസ് ആണ് ഇവിടെ വിചാരിക്കുക, സോഡിയത്തിന്റെ ന്യൂക്ലിയസും. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ 8 ഇലക്ട്രോൺസ്. സോഡിയത്തിന്റെ ന്യൂക്ലിയസ് എത്രയുള്ളൂ? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ? സോഡിയത്തിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ? 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ ലൂയിസ് എന്ന് പറയുന്ന ആൾ എന്തായി മാറി? ഒരാൾ സ്റ്റേബിൾ ആയിട്ട് മാറണമെങ്കിൽ, ഒരു ആറ്റം സ്റ്റേബിൾ ആയിട്ട് മാറണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു? ആ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണമെന്ന് ആര് പറഞ്ഞു? ലൂയിസ് ആൻഡ് കോസൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്റ്റേബിൾ ആണ്. ഓൾറെഡി പറഞ്ഞു, ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെ സ്റ്റേബിൾ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മോളിക്യൂള് എങ്ങനെയാണ് സ്റ്റേബിൾ ആയിട്ട് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മോളിക്യൂളിന്റെ വാലൻസ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ, എന്താണ്? ഒരു മോളിക്യൂളിന്റെ വാലൻസ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അവരെന്തായിട്ട് മാറും? സ്റ്റേബിൾ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആര് എക്സ്പ്ലെയിൻ ചെയ്തത്? നമ്മുടെ ലൂയിസ് ആൻഡ് കോസൽ എക്സ്പ്ലെയിൻ ചെയ്താണ് എന്ത് പറയുന്നത്? ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? സ്റ്റേബിൾ ആയിട്ട് മാറും. ഇങ്ങനെയാണ് ആര് എക്സ്പ്ലെയിൻ ചെയ്തത്? ലൂയിസ് ആൻഡ് കോസൽ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷെ ലൂയിസിന്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ലൂയിസ് സിമ്പിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിക്കുന്നത്. ലൂയിസ് സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സോഡിയം എന്ന് പറയുന്ന ആറ്റം നമ്മൾ എടുക്കുക, 11 അറ്റോമിക് നമ്പർ. സോഡിയത്തിന്റെ വാലൻസ് ഷെല്ലില് 2,8,1. അപ്പൊ ഈ സോഡിയം എന്ന് പറഞ്ഞ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ ശ്രദ്ധിക്കുക, വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ ഞാനൊരു ഡോട്ട് കൊടുത്ത്, ശ്രദ്ധിക്കുക, ഡോട്ടായിട്ട് സിമ്പിൾ ചെയ്യാണ്. സോഡിയത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ ഡോട്ടായിട്ട് സിമ്പിൾ ചെയ്യാന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡോട്ട് ഡയഗ്രാം എന്നാണ് വിളിക്കുക. എന്താണ്? ഒരു ആറ്റം നമ്മൾ എടുത്തു, ആ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ഡോട്ടുകളായിട്ട് സിമ്പിൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിനെ എന്ത് വിളിക്കാറുണ്ട്? ലൂയിസ് സിമ്പിൾ അഥവാ ഡോട്ട് ഡയഗ്രാം എന്ന് വിളിക്കാറുണ്ട്. ഇനി ഈ കെമിക്കൽ ബോണ്ട് ഞാൻ പറഞ്ഞതാണ്, 2 ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ന് പറയുന്ന കെമിക്കൽ ബോണ്ട്. ഈ കെമിക്കൽ ബോണ്ട് പ്രധാനമായിട്ടും 2 ടൈപ്പാണുള്ളത്. ശ്രദ്ധിക്കുക, ഈ കെമിക്കൽ ബോണ്ട് പ്രധാനമായിട്ടും 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. ശ്രദ്ധിക്കുക, ഒന്ന് ഇലക്ട്രോ വാലന്റ് ബോണ്ട് അഥവാ അയോണിക് ബോണ്ട് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഒന്നാമത്തെ ബോണ്ടിന്റെ പേര് എന്താണ്? ഇലക്ട്രോ വാലന്റ് ബോണ്ട് അഥവാ അയോണിക് ബോണ്ട് എന്ന് പറയും. മറ്റൊന്ന് കോവാലന്റ് ബോണ്ട് എന്ന് പറയും. കോവാലന്റ് ബോണ്ട്. ഇങ്ങനെ 2 ടൈപ്പായിട്ടാണ് കെമിക്കൽ ബോണ്ട് പ്രധാനമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷേ ഈ കോവാലന്റ് ബോണ്ടിന് ഒരു ടൈപ്പ് കൂടിയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ച് നമ്മൾ കോവാലന്റ് ബോണ്ട് എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഇലക്ട്രോ വാലന്റ് ബോണ്ട്, അപ്പൊ അഥവാ അയോണിക് ബോണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് എന്താണ് ഒരു ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്. ഒരു ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റം എന്ത് ചെയ്യുന്നു? ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും മറ്റൊരു ആറ്റം ഇലക്ട്രോണിനെ മേടിച്ചിട്ടും, എന്താണ്, ഒരു ആറ്റം ഇലക്ട്രോണിനെ റിലീസിങ് ചെയ്തിട്ടും മറ്റൊരു ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടും എന്തായിട്ട് മാറാണ്? സ്റ്റേബിൾ ആയിട്ട് മാറുകയാണ് വെച്ചാൽ എന്താണ്? ഒരു ആറ്റം ഇലക്ട്രോണിനെ റിലീസിങ് ചെയ്തിട്ടും മറ്റൊരു ആറ്റം ഇലക്ട്രോണിനെ മേടിച്ചിട്ടും ആ ആറ്റം എന്തായിട്ട് മാറാണ്? സ്റ്റേബിൾ ആയിട്ട് മാറുകയാണ് വെച്ചാൽ ആ ബോണ്ടിനെ വിളിക്കുന്ന, അവിടെ ഉണ്ടാകുന്ന ആ ബോണ്ടിനെ, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന പേരിൽ അറിയാം, അഥവാ അയോണിക് ബോണ്ട്. കേട്ടോ, ഞാൻ പേര് മറക്കുന്നുണ്ട്. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞ പേര് പറയുന്നത് അയോണിക് ബോണ്ട്.
അത് അയോണിക് ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റം എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, മറ്റൊരു ആറ്റം ഇലക്ട്രോണിനെ മേടിച്ചിട്ട് അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ എന്ന് വിളിക്കുന്നത് അയോണിക് ബോണ്ട് അഥവാ ഇലക്ട്രോ വാലന്റ് ബോണ്ട് വിളിക്കുന്നത്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതുകൊണ്ടാണ് ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്നത് ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ A+ എന്ന് വിളിക്കും, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ A2+ എന്ന് വിളിക്കും, 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ A3+ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുക. അപ്പോൾ ഈ ചാർജുള്ള ആറ്റത്തെ വിളിക്കുന്ന പേര് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ചാർജുള്ള ആറ്റത്തെ വിളിക്കുന്ന പേരാണ് അയോൺസ് എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് A+ ആയിട്ട് മാറി, ഒരു ഇലക്ട്രോണിനെ വിട്ടു A+ ആയി മാറി. ഇറ്റ്സ് എ കാറ്റയോൺ. എന്താ വിളിക്കുക? കാറ്റയോണുകൾ. പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺസ് എന്ന് വിളിക്കുന്നത്. ഇനി ബി എന്ന് പറയുന്ന ആറ്റം എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ മേടിക്കുന്നു. ബി എന്ന ആറ്റം ഒരു ഇലക്ട്രോണിനെ മേടിച്ചതായിട്ട് മാറും, B- ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ ശ്രദ്ധിക്കുക. ഇയാളെ വിളിക്കുന്ന പേരെന്താണ്? ആനയോൺസ്. അപ്പോ ഈ കാറ്റയോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജും ആനയോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജും. ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കാര്യം എന്താണ്? ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും നമ്മൾ എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. എന്താണ് അട്രാക്റ്റീവ് ഫോഴ്സ്? അപ്പൊ എന്താ കിട്ടുക? A+ഉം B- കൂടി ചേർന്നിട്ട് AB എന്ന് പറയുന്ന ആള് ഫോം ചെയ്യും. എന്താ ഫോം ചെയ്യുക? AB. അപ്പോൾ അയോണിക് ബോണ്ട് മൂലം ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക് ബോണ്ട്. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടും ഒരാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തും ഒരാൾ ഇലക്ട്രോണിനെ മേടിച്ചും ഉണ്ടാകുന്ന ആ ബോണ്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോണിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? അയോണിക് കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, മറ്റൊരു ആറ്റം ഇലക്ട്രോണിനെ മേടിക്കുന്നു, അങ്ങനെ ഉണ്ടാകുന്ന ബോണ്ട് അയോണിക് ബോണ്ട്. ആ അയോണിക് ബോണ്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഈ അയോണിക് കോമ്പൗണ്ട്, അപ്പൊ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഇലക്ട്രോ വാലന്റ് ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് വേണ്ട കണ്ടീഷൻസിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഇലക്ട്രോ വാലന്റ് ബോണ്ട് ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോ വാലന്റ് ബോണ്ട് ഉണ്ടാവുന്ന കണ്ടീഷൻസ് പറയും. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രോ വാലന്റ് ബോണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അഥവാ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകണം, ഒരു അയോണിക് ബോണ്ട് ഉണ്ടാകണം അഥവാ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകണം. അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകണമെങ്കിൽ, ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകണമെങ്കിൽ വേണ്ട കണ്ടീഷനുകളെ കുറിച്ചിട്ടാണ്, വേണ്ട സാഹചര്യങ്ങളെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ അറിയോ? നിങ്ങളുടെ ഒരാൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം, ഒരാൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിനെ മേടിക്കണം. അപ്പൊ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ശ്രദ്ധിക്കുക. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? നമ്മളിപ്പോ എന്താ, ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും, ചില ആൾക്കാർ പഠിക്കണം വിചാരിച്ചിങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്താൽ മതി? നമ്മളിപ്പോ ട്യൂഷൻ ക്ലാസ് അല്ലെങ്കിൽ എന്താ പറയുക ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻസ്പിരേഷൻ, ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവർ റെഡി ആയി പോകും. മോട്ടിവേഷൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ റെഡി ആയിട്ട് പോകും. അപ്പൊ എന്താ ചെയ്യുന്നത്? അതേപോലെ എല്ലാ ആറ്റങ്ങളും, ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? ഒന്നും ഇൻസ്പയർ ചെയ്യണം. മനസ്സിലാവുണ്ടോ? ഒരാൾ പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള ഒരാളായിരിക്കും, പക്ഷെ നമ്മൾ പോയിട്ട് ഇൻസ്പയർ ചെയ്ത് എന്താ പഠിക്കും? അയാൾ നന്നായിട്ട് പഠിക്കും. അതേപോലെ തന്നെയാണ് ഒരു ആറ്റം എന്ന് പറയുന്ന ആള് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ റെഡി ആയിരിക്കും. പക്ഷെ നമ്മൾ പോയിട്ട് ഒന്ന് പുഷ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇവിടെ ആ പുഷിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിളിക്കുന്നത്? അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ അയോണൈസേഷൻ എനർജി പെട്ടെന്ന് എന്ത് ചെയ്യണം? കാറ്റയോൺസ് ആയിട്ട് മാറണം. പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ലോ അയോണൈസേഷൻ ഒരു എലമെന്റ് എന്തായിരിക്കണം? ലോ അയോണൈസേഷൻ ഉള്ള ഒരു എലമെന്റ് എന്തായിരിക്കണം? ലോ അയണൈസേഷൻ എനർജി ഉള്ള എലമെന്റ് ആയിരിക്കണം. എന്തായിരിക്കണം? ലോ അയണൈസേഷൻ എനർജി ഉള്ള ഒരു ആറ്റം ആയിരിക്കണം ഒരു ആറ്റം. ഓക്കെ, മറ്റൊരു ആറ്റം എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഇലക്ട്രോണിനെ കിട്ടിയ ഇപ്പൊ മേടിക്കണം. അല്ലാതെ ഇലക്ട്രോണിനെ കിട്ടി മേടിക്കണോ മേടിക്കേണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടി കൊടുക്കരുത്. നമുക്ക് ഇലക്ട്രോണിനെ മേടിക്കേണ്ട ആറ്റം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ മേടിക്കണം. മനസ്സിലാവുണ്ടോ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്? എന്താന്ന് പറയുന്നത്? നിങ്ങളുടെ മറ്റൊരു ആറ്റം ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള ഇലക്ട്രോണിനെ മേടിക്കുകയാണ്. അപ്പൊ ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളതായിരിക്കണം. മറ്റൊരു ആറ്റം എന്തായിരിക്കണം? ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആയിരിക്കണം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കണം? കൂടുതലുള്ള ഒരു ആറ്റം ആയിരിക്കണം. അപ്പൊ നിങ്ങളുടെ കാറ്റയോണുകൾ എന്ന് പറയുന്ന ആൾക്കാർ എന്തായിരിക്കണം? കാറ്റയോണുകൾ എന്ന് പറയുന്ന ആൾക്കാർ ലോ അയണൈസേഷൻ എനർജി ആയിരിക്കണം.
ആനിയോൺസ് എന്ന് പറയുന്ന ആൾക്കാർ എന്തായിരിക്കണം പറയുന്നത്? ആനിയോൺസ് എന്ന് പറയുന്ന ആൾക്കാർ എന്തായിരിക്കണം? ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആയിരിക്കണം ആനിയോൺസ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാൻ വേണ്ടി പറ്റും, ആനിയോൺസ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഈ മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു ലോ അയണൈസേഷൻ എനർജി ഉള്ള ആറ്റങ്ങളായിരിക്കണം, ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള ആനിയോൺസ് ആയിരിക്കണം. ഇനി കാറ്റിയോൺസിന്റെ വാലൻസ് ഷെല്ലില് എന്ത് വേണമെന്ന് പറയുന്നത്? ഒന്നല്ലെങ്കിൽ 1, 2, 3 ഇലക്ട്രോൺസേ പാടുള്ളൂ. കാറ്റിയോണിന്റെ വാലൻസ് ഷെല്ലില് എന്ത് ചെയ്യാൻ പാടുള്ളൂ? 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഇലക്ട്രോൺസേ പാടുള്ളൂ. അതേപോലെ തന്നെ ഈ ആനയോൺസിന്റെ വാലൻസ് ഷെല്ലില് നമ്മൾ ആനയോൺസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുടെ വാലൻസ് ഷെല്ലിൽ എത്രയേ പാടുള്ളൂ? ഒന്നല്ലെങ്കിൽ 7, 6 ഇലക്ട്രോൺസേ പാടുള്ളൂ. 8 ഇലക്ട്രോൺസ് പാടില്ല. മനസ്സിലാവണ്ട? 8 ഇലക്ട്രോൺസ് ആയിക്കാൻ എന്തായിട്ട് മാറി? 8 ഇലക്ട്രോൺസ് ആയിക്കാൻ എന്തായിട്ട് മാറി? സ്റ്റേബിൾ ആയിട്ട് മാറി. നമ്മൾ പഠിച്ചു നേരത്തെ ലൂയിസ് ലെൻ കോസ്റ്റിൽ പറഞ്ഞ എന്താണ്? ഒരു ആറ്റത്തിന്റെ വാലൻസിൽ 8 ഇലക്ട്രോൺസ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കേസാണിത്. അപ്പോൾ വാലൻസ് ഷെല്ലിൽ ഒന്നല്ലെങ്കിൽ 5 കൊടുക്കാം നമുക്ക്. 5, 6, 7 ഇലക്ട്രോൺസ് ആവാനേ പാടുള്ളൂ. അപ്പൊ ഇത്തരം കണ്ടീഷൻസ് ആണ് ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കണ്ടീഷനുകളെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, നമുക്ക് ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ട്രോ വാലന്റ് ബോണ്ട് അഥവാ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തത്? എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഈ അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്ന ആൾക്കാര്, ഞാൻ പറയാൻ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്ന ആൾക്കാര് നമ്മൾ പറഞ്ഞു. അപ്പൊ അയോണിക് കോമ്പൗണ്ടിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരില്ല, കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് ഒരുപാട് കാര്യം പഠിച്ചതാണ്. ഇനി ഈ അയോണിക് കോമ്പൗണ്ട് ജസ്റ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അയോണിക് കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ അയോണിക് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ അയോണിക് കോമ്പൗണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഞാൻ പറഞ്ഞു അയോൺസ് ആണ്. അയോണിക് കോമ്പൗണ്ടിൽ ആയിരിക്കുള്ളത് കാറ്റയോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ആനയോൺസും ഉണ്ട്. ഈ ആനയോൺസും ഉണ്ട്. അപ്പൊ ഈ കാറ്റയോൺസും ആനയോൺസും എവിടെ കാണപ്പെടുന്നതാണ്? നമ്മുടെ അയോണിക് കോമ്പൗണ്ടിലാണ്. അപ്പൊ ഈ അയോണിക് കോമ്പൗണ്ടില് ഞാൻ പറയാൻ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ അയോണിക് കോമ്പൗണ്ടില് കാറ്റയോണുകൾ കാണപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ ആനയോൺസും കാണപ്പെടുന്നുണ്ട്. എവിടെ? നമ്മുടെ അയോണിക് കോമ്പൗണ്ടില്. ഈ അയോണിക് കോമ്പൗണ്ടിൽ ഞാൻ പറയാൻ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഈ കാറ്റയോൺസ് പ്രോപ്പർട്ടി ഇതാണ്. ഈ ഒരു ബോണ്ട് വളരെയധികം സ്ട്രെങ്ത് കൂടുതലാണ്. എന്താണ് ഈ അയോണിക് ബോണ്ടിന്റെ പ്രത്യേകത? എന്താണ്? വളരെയധികം സ്ട്രെങ്ത് കൂടുതലാണ്. പക്ഷേ ഒപ്പം ബ്രിട്ടിൽനെസ്സുമാണ്. ഇപ്പൊ കല്ലുപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉപ്പ് വേണം, നമുക്ക് വേറെ എന്തൊക്കെ എടുക്കാന്ന് പറയുന്നത്. നമ്മളിപ്പോ ജസ്റ്റ് ഇപ്പൊ ഈ മാർക്കർ എടുക്കുക, ഈ മാർക്കർ ഇങ്ങനെ പിടിച്ച് ഒടിച്ചെന്ത് ചെയ്യും? ഈ മാർക്കർ കൊണ്ട് ഒടിഞ്ഞു പോകും, ആണോ അല്ലേ? അതേപോലെ തന്നെ ഈ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് ബോണ്ടാണ്, ഒപ്പം ബ്രിട്ടിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വളച്ചു കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും? പൊട്ടിപ്പോവും ചെയ്യും. ബോണ്ട് സ്ട്രോങ് ചോദിച്ചാൽ ബോണ്ട് സ്ട്രോങ് ആണ്, പക്ഷെ എന്താണ് ഒന്ന് പൊട്ടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്യും? ആ സാധനം പൊട്ടിപ്പോവും. ഏത് ബോണ്ടാണ്? അയോണിക് ബോണ്ടിന്റെ പ്രത്യേകതയാണ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഈ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ബോണ്ടാണ്, പക്ഷെ എന്താ പ്രത്യേകത? സ്ട്രോങ് ബോണ്ടാണ്. എന്താണ്? അതേപോലെ തന്നെ സ്ട്രോങ് ബോണ്ടാണ്, അതേപോലെ തന്നെ എന്തായിരിക്കും പറയുന്നത്? സ്ട്രോങ് ബോണ്ട് ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ്? ബ്രിട്ടിൽ നേച്ചർ വെച്ച് എന്താണ് പറയുന്നത്? ബ്രിട്ടിൽ നേച്ചർ എന്താ? പെട്ടെന്ന് പൊട്ടിപ്പോവും. മനസ്സിലാവുണ്ടോ? ഒന്ന് പിടിച്ചൊടിക്കുമ്പോഴേക്കും ആര് പൊട്ടിപ്പോവും? അയോണിക് കോമ്പൗണ്ട് പൊട്ടിപ്പോയിക്കോളും. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ അയോണിക് കോമ്പൗണ്ട് സ്ട്രോങ് ബോണ്ടാണ്. സ്ട്രോങ് ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? നല്ല സ്ട്രോങ് ആണ് ബോണ്ട്. പക്ഷെ ഈ അയോണിക് കോമ്പൗണ്ട് സ്ട്രോങ് ബോണ്ട് ആണെന്ന് വെച്ചാൽ കൂടി അവരുടെ മെൽട്ടിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വാല്യൂ എന്താ? മെൽട്ടിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റിന്റെ വാല്യൂ എന്താണ്? കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇനി ഈ കാണുന്നതുകൊണ്ട് മെൽട്ടിംഗ് പോയിന്റ് വെച്ചാൽ മെൽറ്റ് ചെയ്യുന്ന വെച്ചാൽ ഉരുക എന്ന് വെച്ചാൽ എന്താണ്? ആ ബോണ്ട് ഉരുകിയിട്ട് വേണം, ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വേണം എന്തായിട്ട് മാറിച്ചാൽ ഉരുകണം വെച്ചാൽ. അപ്പൊ ബോണ്ട് സ്ട്രോങ് ബോണ്ടാണ് ഞാൻ പറഞ്ഞു. ആ ബോണ്ട് സ്ട്രോങ് ബോണ്ടാണ്. അപ്പൊ ആ ബോണ്ട് സ്ട്രോങ് ബോണ്ട് ആയതുകൊണ്ട് എന്തെന്ന് പറയുന്നത്? അതിന്റെ മെൽട്ടിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റിന്റെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, അടുത്തൊരു പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൂന്നാമത്തെ പോയിന്റ്. ഈ അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക്, ഈ ഒരു അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക് അടുത്ത പോയിന്റ് മെൽട്ടിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. അതേപോലെ തന്നെ ഈ അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്താ അറിയോ? ജസ്റ്റ് എന്താണ്? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. സോളിഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യില്ല? അയോണിക് കോമ്പൗണ്ട് സോളിഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യില്ല? വൈദ്യുതി ഒരിക്കലും എന്ത് ചെയ്യില്ല? സോളിഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യില്ല? കടത്തിവിടില്ല. പകരം മോൾട്ടൺ സ്റ്റേറ്റിലും അതേപോലെ തന്നെ സൊല്യൂഷൻ സ്റ്റേറ്റിലുമാണ് അയോണിക് കോമ്പൗണ്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നത്. കാരണം ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലോ ഓഫ് ചാർജസ് എന്നാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ചാർജുകളുടെ ഒഴുക്ക്.
നമ്മളിപ്പോൾ അയോൺസ് ആണ്, അയോണിക് കോമ്പൗണ്ട്സ് പഠിച്ചപ്പോൾ അയോൺസ് ആണ് പ്രധാന ആൾക്കാർ. ഇവിടെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആരൊക്കെയാണ്? അയോൺസ് ആണ്. കാറ്റിയോണിനും ആനിയോണും നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് അയോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അയോൺസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളിഡ് സ്റ്റേറ്റിലും മോൾട്ടൺ സ്റ്റേറ്റിലും സൊല്യൂഷൻ സ്റ്റേറ്റിലും, അതായത് സോളിഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യില്ല? നോ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. കാരണം സോളിഡ് സ്റ്റേറ്റ് ആണെന്ന് പ്രത്യേകത എന്താ? അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് ഈ അയോണുകൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ ഒന്നും കൂടി ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാവുണ്ട്? അട്രാക്റ്റീവ് ഫോഴ്സ് അത്രയും കൂടുതലാണ് സോളിഡ് സ്റ്റേറ്റില്. ലിക്വിഡ് ആകുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്ന് കുറവാണ്, ഗ്യാസ് ആണെച്ചാലും കുറവാണ്. മോൾട്ടൺ എന്ന് വെച്ചാൽ ഉരുകിയ അവസ്ഥയാണ്. ഉരുകിയ അവസ്ഥയിൽ എന്ന് വെച്ചാൽ ഉരുക്കുക എന്ന് വെച്ചാൽ എന്താണ്? ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ആർക്കുള്ളത്? നമ്മുടെ ആർക്ക് പ്രോപ്പർട്ടീസ് ഉള്ളത്? ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ആർക്കുള്ളത് എന്ന് പറയുന്നത്? നമ്മുടെ അയോണിക് കോമ്പൗണ്ട് ഉള്ളത് എന്നാണ് അയോണിക് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞത്. ഇനി അടുത്ത നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ലാറ്റിസ് എൻതാൽപ്പി അഥവാ ലാറ്റിസ് എനർജി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഇപ്പോ ഒരു മോള് ശ്രദ്ധിക്കുക, അതും കൂടി ജസ്റ്റ് പറയുന്ന ഈ വീഡിയോയില് ലാറ്റിസ് എൻതാൽപ്പി എന്ന ടേമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ലാറ്റിസ് എൻതാൽപ്പി ഇത് നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ എങ്ങനെയാണ് ഒരു മോള് അയോണിക് കോമ്പൗണ്ട് അടുത്ത ചാപ്റ്റർ ആറാമത്തെ ചാപ്റ്ററിലൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കും. നമ്മൾ എങ്ങനെയാണ് ഒരു മോള് അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുമെന്ന് പഠിക്കും. ഓക്കെ, അപ്പോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ലാറ്റിസ് എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോള് അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകാനോ അല്ലെങ്കിൽ ഒരു മോൾ അയോണിക് കോമ്പൗണ്ടിനെ ബ്രേക്കിംഗ് ചെയ്യാനോ വേണ്ട എനർജീനെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. എന്താ ലാറ്റിസ് എൻതാൽപ്പി എന്ന് വെച്ചാൽ ഒരു മോള് അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മോള് അയോണിക് കോമ്പൗണ്ട് ബ്രേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടോ വേണ്ട എനർജീനെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്ന പേര്? ലാറ്റിസ് എൻതാൽപ്പി എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. ഓക്കെ, ഇനി ജസ്റ്റ് നോട്ട് ചെയ്ത ലാറ്റിസ് എൻതാൽപ്പി എനർജി എന്താ? എൻതാൽപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എനർജികൾ എല്ലാം തന്നെ കൂടിച്ചേർന്ന് കിട്ടുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി എന്ന് പറയും. ടോട്ടൽ സം ഓഫ് ദ ടോട്ടൽ എനർജി ഈസ് കോൾഡ് എൻതാൽപ്പി എന്ന് വിളിക്കാം. അപ്പോൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാലും ലാറ്റിസ് എനർജി പറഞ്ഞാലും ഒരേപോലെയാണ്. ഇനി ഒക്ടറ്റ് റൂള്, ഈ ഒക്ടറ്റ് റൂളിന്റെ പ്രധാനമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഒക്ടറ്റ് റൂളെ കുറിച്ചിട്ട് ആദ്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തത് ഒക്ടറ്റ് റൂളിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ലൂയിസ് ആൻഡ് കോസ്റ്റിലാണ്. ലൂയിസ് ആൻഡ് കോസ്റ്റിൽ എന്ന് പറഞ്ഞത് ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ആറ്റം എന്താന്ന് പറയുന്നത്? ആറ്റം എന്തായിട്ട് മാറുന്നത്? സ്റ്റേബിൾ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ആറ്റം എന്തായിട്ട് മാറുന്നതാണ്? സ്റ്റേബിൾ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ഇതാണ് ഇത് പറയുന്നത് ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞ റൂള്. ഇതാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞ ഇതാണ് ഒക്ടറ്റ് റൂൾ കേട്ടോ. ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആണെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഒക്ടറ്റ് റൂള്. അടുത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കോവാലന്റ് ബോണ്ടിനെ കുറിച്ചിട്ടാണ്. അടുത്ത ടൈപ്പ് കെമിക്കൽ ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. ഈ കോവാലന്റ് ബോണ്ട് എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞു ഒരു ആറ്റം എപ്പോഴും സ്റ്റേബിൾ ആവണച്ചാൽ എന്ത് ചെയ്യണം എന്നാണ്? സ്റ്റേബിൾ ആവണച്ചാൽ 8 ഇലക്ട്രോൺസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് ഒക്ടറ്റ് റൂള്. പക്ഷെ അത് കൂടാതെ മറ്റൊരു റൂൾ കൂടി പഠിക്കാൻ നിങ്ങൾക്ക് ഡ്യൂപ്ലറ്റ് പറഞ്ഞ റൂൾ കൂടി ഉണ്ട്. അതാണ് ഡ്യൂപ്ലറ്റ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇപ്പൊ വലിയ ആറ്റങ്ങൾ എടുക്കാൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. വലിയ ആൾക്കാരുടെ കയ്യിലൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ വെച്ചാൽ ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾക്കാർ, ഹൈഡ്രജന്റെ കയ്യിൽ ഒരിക്കലും ഒന്നും ഉണ്ടായിരിക്കില്ല. 8 ഇലക്ട്രോൺസും ഹൈഡ്രജന്റെ കയ്യിൽ വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ 7 ഇലക്ട്രോൺ മേടിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ ഈ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ചെറിയ എലമെന്റ്സിന്റെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വേണമെന്ന് ആവശ്യമില്ല? 8 ഇലക്ട്രോൺസ് വേണ്ടെന്ന് ആവശ്യമില്ല. അവയുടെ ഫസ്റ്റ് ഷെല്ല്, അത് ഫസ്റ്റ് മെയിൻ എനർജി ലെവൽ ഷെല്ലായിട്ടുള്ള കെ ഷെല്ല് കംപ്ലീറ്റ് ആയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ വലിയ എനർജീസ് ഉള്ള വലിയ ഷെല്ലുകളുള്ള മനസ്സിലാവുണ്ടോ? വലിയ ആൾക്കാർ വലിയ മെയിൻ ഷെൽസ് ഉള്ള ആൾക്കാർ കുഴപ്പമില്ല, എന്താ പ്രശ്നമില്ല, എന്താണ് അവർക്ക് ഔട്ടോമോഷനിൽ 8 ഇലക്ട്രോൺസ് വരും. പക്ഷേ എന്താ പറയുന്നത്? നമ്മുടെ ഈ ഹൈഡ്രജൻ പോലെയുള്ള ചെറിയ ആൾക്കാർ, ഹൈഡ്രജനെ പോലെയുള്ള ചെറിയ ആൾക്കാർക്ക് എന്ത് പറ്റില്ല എന്ന് പറയുന്നത്? എന്ത് പറ്റില്ല? അവരുടെ 8 ഇലക്ട്രോൺസ് ആക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ ചെയ്യുക? അവരുടെ ഫസ്റ്റ് മെയിൻ ഷെല്ലായിട്ടുള്ള കെ ഷെല്ല് കംപ്ലീറ്റ് ആയി മാറി. ആ റൂളിനെ വിളിക്കുന്ന പേരാണ് ഡ്യൂപ്ലറ്റ് റൂള്, ഒക്ടറ്റ് റൂളും എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്ത ടൈപ്പായ കോവാലന്റ് ബോണ്ടിനെ കുറിച്ചിട്ടാണ്. അടുത്ത നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന അടുത്ത ടൈപ്പ് ബോണ്ട് കോവാലന്റ് ബോണ്ട്.
കോവാലന്റ് ബോണ്ടിൽ ഒരു ബോണ്ട് മാത്രമല്ല വേറൊരു ടൈപ്പ് ബോണ്ട് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു വീഡിയോ സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങി വളരെ രസമുള്ള ചാപ്റ്റർ ആണ്, തിയറീസ് കൊണ്ട് വളരെ രസമുള്ള ചാപ്റ്റർ ആണ് ഇത് പറയുന്നത്. നമ്മൾ ഈ പറയുന്നുള്ള ഏതാണ്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ പറയുന്നത്. ഓക്കെ, താങ്ക് യു.